സത്യമായിട്ട് ഞാൻ അറിയാത്തൊരു കാര്യം ഇത് ആണോ? നീ അത് വിട്, അത് നമുക്ക് എന്താണ് ശരിയാക്കാം. ഇതാരും ഇങ്ങോട്ട് തന്നെ 2 പേര്. എടി ഞാൻ വിളിക്കാടി, ആര് 2 പേര് വരുന്നുണ്ടേ. ഓക്കെടി. അയ്യോ ചൂട്. ഇവിടെ ആരില്ലെന്ന് തോന്നല്ലോ. വീട് പൂട്ടിയിട്ടുണ്ട്, ഗേറ്റ് അടച്ചിരിക്കും. ഇവിടെ ഒരു പെണ്ണ് നോക്കും, നമുക്ക് അവരോട് ചോദിക്കാം. ഇതാരോ 2 പേര് എൻ്റെ വീട്ടിലേക്കുള്ള നോക്കിയേക്കണ പിരിവുകാരെങ്ങനാണാവോ? മോളെ ഈ വീട്ടിലെ ആളില്ലേ? അവിടെ നിങ്ങൾ ആരാ ഇവിടുന്ന് വരുന്നതാ? ഞങ്ങൾ കുറച്ച് ദൂരേന്നാ, ഒരു ചാരിറ്റി പിരിവിന് വന്നതാ ചേച്ചി. ചാരിറ്റിയാ? പൈസ പോണ കേസാണല്ലോ. ഇതെൻ്റെ വീടെന്ന് പറയണ്ട. ചിലപ്പോൾ പറ്റിക്കൽസൊക്കെ ആയിരിക്കും. കുറേ ഇറങ്ങണ്ടല്ലോ ഇങ്ങനെ. ചേച്ചി ചോദിച്ചത് കേട്ടില്ലേ? ഈ വീട്ടിലെ ആളില്ലേ? ഈ വീട്ടിലേ അവരാരുമില്ല. അവർക്ക് ഇന്നലെ പോയതാ, ഫാമിലി ആയിട്ട് അവരെല്ലാരും കൂടി അങ്ങാണ്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ എന്ന് തോന്നണേ. അയ്യോ, ഈ കേട്ടൻ കയറി വന്നത് വെറുതെ ആവും. അവർ ഈ ദിവസങ്ങളെങ്ങാനും വരുമോ? ഞങ്ങൾ ഒരാഴ്ച ഈ പരിസരത്ത് തന്നെ ഉണ്ട്. അവര് ഈ ദിവസം ഒരാഴ്ച ഒന്നും കഴിഞ്ഞ് വരാൻ വഴിയില്ല. കാരണം അവർ കുറെ ഡ്രസ്സൊക്കെ കെട്ടിപ്പറക്കി പോണ കണ്ടേ. അവര് കുറെ ടൂറും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവര് ഫാമിലി മൊത്തല്ലേ പോയേക്കണേ. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും വരാൻ വഴിയില്ല. ഇനിയിപ്പോ കുറച്ചാളത്തേക്ക് പ്രതീക്ഷിക്കണ്ട, അവര് പോയാൽ അങ്ങോട്ട് പോകും. നമുക്ക് 2-3 വീട് കാണണമല്ലോ ഈ പരിസരത്ത്. നമുക്ക് പോവാം. പോയാ ചാരിറ്റിയുടെ പേരും പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് ആൾക്കാരെ പറ്റിക്കാനായിട്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കിട്ടിയത് തന്നെ പൈസ കാണണ്ട കയറി പോണത്. ചാരിറ്റിയുടെ പേര് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വരും കാലത്ത് തന്നെ കുറേ എണ്ണുണ്ട്. ചാരിറ്റി എന്റെ പൊന്നോ, നമുക്കറിയാൻ പറ്റുമല്ലോ ഒറിജിനൽ ആൾക്കാരാണെന്ന്. ഇങ്ങനെ കുറെ പേര് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അവർ ആ പൈസ കൊണ്ട് അവർക്കുടെ കാര്യങ്ങൾക്ക് വേണ്ടി പോകും. അല്ലാണ്ട് അതൊന്നും നല്ല പാവപ്പെട്ടവരുടെ കൈകളിലേക്ക് ഒന്നും എത്തൂല. അവര് കാര്യം പറയട്ടെ, നമ്മുടെ കൺമുമ്പിൽ നിരാലംബരായവര് അല്ലെങ്കിൽ അസുഖങ്ങൾ ബാധിച്ച് അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോൾ അവരെ നമ്മെ സഹായിക്കാം. നമ്മുടെ കയ്യിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഇല്ലായ്മയെന്ന് പോലും അവർക്ക് കൊടുത്ത് സഹായിക്കാം. അല്ലാണ്ട് ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് നമ്മൾ പൈസ വാരി കൊടുത്തോണ്ട് കാര്യമൊന്നുമില്ല. അത് അർഹതപ്പെട്ടവർ കിട്ടില്ല. അർഹതപ്പെട്ടവർ നമ്മുടെ കൺമുമ്പിൽ വരും, അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കാം. മനസ്സിലായോ? അവർക്ക് അവർ പറ്റിക്കൽസാണ്, കണ്ടാലറിയാവരെ. മോളെ ആ വീട്ടിലാരും ഇല്ലേ മോളെ? പിന്നെ അവിടെ നിന്ന് ചേച്ചി പറഞ്ഞായിരുന്നല്ലോ ഒരാഴ്ച കഴിഞ്ഞ് വരുള്ളൂ. അയ്യോ, ആ വീട്ടിലെ ചേച്ചി പിരിവിനൊന്നും പൈസ കൊടുക്കാറ്. എന്ത് മനുഷ്യരാണ് അറുത്ത് കൈക്ക് ഉപ്പൊക്കെ തേക്കാത്ത വറുക്കും. അവരെയൊന്നും വാങ്ങിക്കാത്തത് തന്നെ നല്ലതാടാ. വാ നമുക്ക് പോവാം. അതെ, ഒന്നവിടെ നിന്നേ. നിങ്ങൾ അച്ഛനെ കുറ്റൊന്നും പറയാൻ നിൽക്കണ്ട. ഈ ഏരിയയിൽ അച്ഛനെ മേലെ ചേർത്തിയണ ഒരാളും ഇല്ല. പിന്നെ ഇങ്ങനെ വരുന്നവർക്ക് മാത്രം പൈസ കൊടുക്കാത്തുള്ളൂ. അച്ഛൻ ചെയ്യണമെങ്കിൽ നേരിട്ട് ചെയ്യാറുള്ളൂ. വെറുതെ നമ്മൾ തെറ്റിദ്ധരിച്ചല്ലടാ. നമുക്കറിയില്ലല്ലോ പുള്ളിക്കാരി ഇങ്ങനെ ചെയ്യുന്നു. നല്ല മനസ്സുള്ളവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പോട്ടാ മോളെ, നമ്മൾ പോണം. Watch and subscribe your funniest YouTube RK Angel.